Hey guys, welcome back Atlas Board. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് iOS-ന്റെ ഫോണ്ട് പ്ലസ് ഇമോജി ആൻഡ് കർവ്ഡ് എഡ്ജസ് ആൻഡ് റീൽസും കൂടിയിട്ട് ഒറ്റ ആപ്പിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റാ ഫ്ലോയിൽ കുറേ പേർക്ക് വന്നിട്ടുള്ള ഒരു ബഗ് വേണമെങ്കിൽ പറയാം. അത് അപ്ഡേറ്റ് പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഡെവലപ്പർ അല്ല. അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ അവരായിട്ട് പറ്റണില്ല. ജസ്റ്റ് ഞാൻ എന്തായാലും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചാൽ ഈ ഒരു ബഗ്ഗാണ് എല്ലാവർക്കും വന്നേക്കണം. നമ്മുടെ എക്സ്പെരിമെൻറ്റ് സെറ്റിങ്സിൽ പോയി നോക്കുമ്പോൾ എല്ലാവർക്കും നമ്പർ കൗണ്ടായിട്ടാണ് പകുതി മുക്കാൽ പേർക്കും വന്നേക്കുന്നത്. പക്ഷേ കുറച്ച് പേർക്കൊക്കെ എപ്പോഴും വർക്കിംഗ് ആവുന്നത് വെച്ചാൽ ഒരു ഡിവൈസിൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഡെവലപ്പർ തന്നെ സെറ്റ് ചെയ്യണം. കാരണം അവരെന്തോ ഡീബഗ് ചെയ്യാണ്ട് വരും. കാരണം അവർ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ വന്നേക്കണത്. അപ്പോൾ നമുക്കിനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നവർ ജസ്റ്റ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ, അതായത് നമുക്ക് iOS ഇമോജി ഫോണ്ട് പ്ലസ് പിന്നെ കർവ്ഡ് എഡ്ജസൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് സെഷൻ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം വീഡിയോയുടെ അതിൽ പാസ്വേഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്തിട്ട് കുറേ പേരുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് പറയും പാസ്വേഡ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വീഡിയോ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞു. ബട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടോക്കി നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് പാസ്വേഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നോക്കിയിരിക്കുക. പാസ്വേഡ് എന്തായാലും നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ ലിങ്ക് ആദ്യം ടാപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുക നിങ്ങളുടെ പാസ്വേഡാണ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലിങ്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. ലിങ്ക് വർക്കായിട്ടുണ്ട്, അതായത് പാസ്വേഡ് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലേക്കാണ് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന്. അപ്പോൾ ഇവിടെ ഈ റെഡ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്പിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചാൽ വെച്ച് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽസ് ചോദിക്കുക, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ ഇമെയിൽ ഡ്രൈവ് ഉണ്ട്, അതായത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് നമ്മുടെ ഈ ലിങ്ക് ആക്സസ് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡ്രൈവ് മെയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആയിരിക്കും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഓക്കെ കൊടുത്താൽ നമ്മുടെ ഡ്രൈവിൽ വൈകിട്ട് ഇതിപ്പോൾ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക വെച്ചെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇതാണ് ഹോണിസ്റ്റ വേർഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലാണ് ആപ്പ് വെക്കുന്നത്, അതായത് ആപ്പിക്കേടെ ഇത് ജസ്റ്റ് ഇതൊന്നും ഡൗൺലോഡ് ആക്കിയിടുക. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഡൗൺലോഡിങ് സെക്ഷൻ. നമുക്ക് എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളായിട്ട് തന്നെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മസ്റ്റായിട്ട് ഡൗൺലോഡ് മാത്രമായിട്ട് കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ കുറേ പേർക്ക് നമ്മുടെ VPN, അതായത് ഹോണിസ്റ്റ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കൺട്രിയിൽ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു VPN ആക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് കയറുക. അപ്പോൾ അവർ പറയും ടേൺ ഓഫ് ദ VPN എന്ന് പറയും. അതായത് കയറുമ്പോൾ തന്നെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് VPN പറയാൻ പറയും അവർ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ VPN ഓഫ് ആക്കിയിട്ട് വീണ്ടും വന്നിട്ട് ഹോണിസ്റ്റയിൽ വന്നാൽ റെഡി ആവുന്നതാണ്. അങ്ങനെ റെഡി ആവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറുമ്പോൾ അതായത് കൺട്രിയിൽ അവൈലബിൾ അല്ല പറയുമ്പോൾ വീണ്ടും VPN വെച്ചിട്ട് കയറാൻ നോക്കുക. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് നമ്മുടെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും ടേൺ ഓഫ് ദ VPN പറയും. അപ്പോൾ ഓഫ് ആക്കിയിട്ട് വീണ്ടും കയറിയാൽ സിമ്പിൾ വർക്കാവുന്നതാണ്. അങ്ങനെ വർക്കാവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ട് എന്തെങ്കിലും വീഡിയോ ഇടാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ ഞാനിവിടെ അക്കൗണ്ട് ലോഗിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പേടിയാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട. ഞാൻ ആരും ഫോഴ്സ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സെക്കൻഡ് അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതിൽ അക്കൗണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്ത സെയിം ഇൻ്റർഫേസ് തന്നെയാണ്. അതിനുശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഇമോജീസ് സെറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തീം ആൻഡ് UI പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ഓഫ് ഇമോജി, അതായത് ഇമോജി ടൈപ്പ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അലോ കൊടുക്കുക. അപ്പോൾ അലോ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തൊരു ഫോൾഡറിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ തന്നെ എടുക്കുന്നുണ്ടാവും iOS 16 ഇമോജീസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ജസ്റ്റ് ആ പാക്ക് ഒന്ന് ആക്കാൻ യൂസ് ടു ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ആപ്പ് ഓട്ടോമാറ്റിക് റീസ്റ്റാർ ആക്കിയിട്ട് കയറാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഒന്ന് ക്ലീൻ ചെയ്യുക, ജസ്റ്റ് ഹോണിസ്റ്റേ വീണ്ടും ഒന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ്
അത് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൽ വന്നേക്കാണ് യൂട്യൂബ്, കാരണം നമ്മുടെ 2022 ഹൈലൈറ്റ്സ് ആയിട്ട് അവർ നമുക്ക് തന്നേക്കുന്നതാണ്, യൂട്യൂബ് അയച്ചെന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതിന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കാണ്. നിങ്ങൾ നമ്മുടെ ഫുൾ സപ്പോർട്ട് ചെയ്ത കാരണം നമുക്ക് ഈ ഒന്നൊരു ഇത്ര റീച്ച് കിട്ടുക നമ്മുടെ ചാനൽ കയറാനുള്ള കാരണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ എന്താണ് നോക്കിയിട്ട് വരാം, കാരണം നമുക്ക് എങ്ങനെ ഇമോജി കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ നോർമൽ ഇമോജീസാണ്, നമ്മൾ iOS ഇമോജീസ് ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ എല്ലാ ഫോണിലും നോക്കുമ്പോൾ അങ്ങനെ തന്നെ വരിക. പക്ഷേ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇമോജീസിൽ വർക്കാവുക. കാരണം നമ്മൾ വർക്കാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ നോർമലായിട്ട് ഇമോജി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതാക്കുമ്പോൾ പറയും ഇതെന്ത് ഇമോജി വർക്കാവണില്ലല്ലോ, ഇവനെ പറഞ്ഞു ഇമോജി വർക്കാവുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഇതെടുത്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ഫോണിലും ഈ ഇമോജി വർക്കാവും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വെച്ചാൽ നോർമൽ ഫോണുകളാണ്. കാരണം നമ്മുടെ നോർമലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുന്ന ഫോണുകൾ തന്നെ ഇതിലും കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കതെങ്ങനെ iOSലത്തെ ഫോണുകൾ സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വന്നതിന് ശേഷം നേരത്തെ എടുത്ത മാതിരി തന്നെ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം തീം ആൻഡ് UI പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ആഡ് സ്റ്റോറി ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഫ്രം ലോക്കൽ സ്റ്റോറേജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് തന്ന കുറച്ച് ഫയൽ, ആ ഫയലിലാണ് നമ്മുടെ ആപ്പും പിന്നെ ഇങ്ങനത്തെ ഒരു ഫയലാണ് കിടക്കുന്നത്. അപ്പോൾ iOS ഫോണ്ട് ഇൻസ്റ്റാ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റത്തെ ഒരെണ്ണം ആഡ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ആഡ് ചെയ്യുക, ആപ്പ് റിഫ്രഷ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിലുള്ള ഫോണുകളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് സ്കിപ്പ് പോകും. Who I am, I'm making a new plan, rearranging my life and I won't look back ever again. You ain't see me activated, you better hope that you never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was destined. Cause I feel I got the blessing, persistence and obsession. That's how you keep progressing, I already learned that lesson, yeah. I'm changing who I am, I'm making a new plan, rearranging my life and I won't look back ever again. You can't stop what's moving, you can't stop what's moving. I'm changing my life and I won't look back ever again. No fear, see clear, you deserve to be great. I know it feels like things get in your way. Push through those walls and the others will fall. Sit up, stand tall, you can get through it all. I need some energy, anxiety's no friend to me. I have a short memory, I don't really remember things. That's how I move on, that's how I stay strong. A new day's on, I'll keep moving right along. And I feel like the pain in the past, it needs to stay in the past. You gotta take off the cast. I wanna feel like I'm a new person. I wanna have clear vision and purpose. And I feel like the pain shouldn't last. If you can move on and past the things that make you feel bad, and you can change in your brain, I'm certain. I've done it before and man, I'm not perfect. I'm changing who I am, I'm making a new plan, rearranging my life and I won't look back ever again. You can't stop what's moving, you can't stop what's moving. I'm changing my life and I won't look back ever again. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആഡ് ടു സ്റ്റോറി പക്ക സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഫ്ലോയിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ ഇൻസ്റ്റാഫ്ലോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 100% ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ജസ്റ്റ് നിങ്ങളൊരു 1K സെറ്റ് ചെയ്ത് തരിക. വീഡിയോ ലൈക്ക്
1K. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയുടെ ലൈക്ക് 1K ആണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന iOS സ്റ്റൈലായിട്ടുള്ള ഫോണുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ 1K ലൈക്ക് അടിക്കുക മറക്കരുത്. ഓക്കെ, താങ്ക്സ്.